ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് മൂന്നാറിൽ നിന്നും ആനക്കുളത്തേക്കാണ് കേട്ടോ പോകുന്നത്. ഈ കാട്ടാനക്കൂട്ടത്തെ തൊട്ടടുത്ത് വെച്ച് കാണാൻ വേണ്ടിയിട്ട് കാട് കയറാറുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ നമുക്ക് അതിൻ്റെ ഒന്നും ആവശ്യം വരുന്നില്ല. ആനക്കുളത്ത് വന്നു കഴിഞ്ഞാൽ തൊട്ടടുത്ത് വെച്ച് തന്നെ നമുക്ക് ആനക്കൂട്ടം കാണാനുള്ളൊരു സംവിധാനമൊക്കെ ഉണ്ട്. മിക്ക ദിവസങ്ങളിലും വൈകുന്നേരങ്ങളിലാണ് ആനകൾ വെള്ളം കുടിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ എത്തുന്നത്. അങ്ങനെ ഏറെ നേരത്തെ കാത്തിരിപ്പിനൊടുവിൽ ആനക്കൂട്ടങ്ങൾ നമ്മുടെ മുന്നിലേക്ക് വരികയാണ്. ഓരോ ദിവസവും ഓരോ എണ്ണങ്ങളായിരിക്കും ഇവിടെ എത്തുന്നത്. അതിൽ നമുക്ക് 30 എണ്ണം ആനകളെ വരെ ഇവിടെ കാണാൻ സാധിക്കും. വലിയ കൊമ്പന്മാരെ ഒന്നും ഈ കൂട്ടത്തിൽ നമുക്ക് കാണാൻ കഴിയില്ല. പ്രായപൂർത്തിയായി പിരിയാൻ വേണ്ടിയിട്ട് കാത്തു നിൽക്കുന്ന കൊമ്പന്മാരെയൊക്കെ നമുക്ക് ഈ കൂട്ടത്തിൽ കാണാൻ പറ്റും. അങ്ങനെ ഒരു കുട്ടിക്കൊമ്പൻ ഈ കൂട്ടത്തിലുണ്ട് കേട്ടോ. ഇവിടെ ഇങ്ങനെ നിന്നപ്പോൾ നമ്മൾ കണ്ട കാഴ്ചയാണ്. ആനക്കൂട്ടം ഇറങ്ങി വന്ന സമയത്ത് കൂട്ടത്തിലുണ്ടായിരുന്ന കുട്ടിക്കൊമ്പനെ തള്ളി മാറ്റുന്ന ഒരു രംഗമാണ് കേട്ടോ. നിനക്കിനി നമ്മുടെ കൂട്ടത്തിൽ സ്ഥാനമില്ല എന്ന് പറയുന്നത് പോലെയായിരുന്നു ആ കാഴ്ച. വിഷമത്തോടെയാണെങ്കിലും അവൻ മാറി നിൽക്കുന്നുണ്ട്. കൂട്ടത്തിലെ നേതാവ് പറഞ്ഞാൽ തനിക്കൊന്നും ചെയ്യാൻ കഴിയില്ലെന്ന വിഷമത്തോടെ വേറൊരു ആനയും അവനോട് എന്തൊക്കെയോ പറയുന്നു. ഒരുപക്ഷെ അതവൻ്റെ അമ്മയായിരിക്കാം. അമ്മയെ തനിച്ചാക്കി ഞാൻ എങ്ങോട്ട് പോകാൻ എന്ന മട്ടിലായിരുന്നു അവൻ്റെ വരവ്. ഏകദേശം 1 വർഷം കഴിഞ്ഞാൽ അവൻ ഈ കൂട്ടത്തിൽ നിന്നും പിരിഞ്ഞിട്ടുണ്ടാകും. പ്രായപൂർത്തിയാകുന്നതോടെ ആണാനകളെ കൂട്ടത്തിൽ നിന്നും പുറത്താക്കുന്നു എന്നതാണ് ശരി. കാട്ടിനകത്ത് ഇത്രയും അരുവികളും പുഴകളും ഉണ്ടായിട്ടും ആനകൾ ഇവിടെ വന്ന് വെള്ളം കുടിക്കുന്നതിൻ്റെ ഒരു പ്രത്യേകതയുണ്ട്. ഇവിടെ വെള്ളത്തിനിടയിലായിട്ട് ഉപ്പ് രസമുള്ള കുറച്ച് ഉറവകളുണ്ട് കേട്ടോ. അത് കുടിക്കാൻ വേണ്ടിയിട്ടാണ് ആനകൾ ദിവസവും ഇവിടെ എത്താറുള്ളത്. ഇതൊക്കെ കണ്ടു നിൽക്കാൻ തന്നെ നല്ല രസമാണ് കേട്ടോ. നമ്മൾ നേരത്തെ പറഞ്ഞൊരു കാര്യമുണ്ടല്ലോ, ഈ പ്രായപൂർത്തിയായ കൊമ്പന്മാരെയൊക്കെ കൂട്ടത്തിൽ നിന്നും പിരിക്കുന്നത്. അതിന് കാരണം ഈ കൂട്ടത്തിലുള്ള പിടിയാനകളുമായിട്ട് അവർ ഇണചേരാൻ ശ്രമിക്കും. അങ്ങനെ സംഭവിച്ചാൽ ചിലപ്പോൾ അംഗവൈകല്യമുള്ള കുട്ടികളായിരിക്കും അവർക്ക് കിട്ടുന്നത്. അതുകൊണ്ടൊക്കെയാണ് കേട്ടോ. ഇങ്ങനെ കൂട്ടത്തിൽ നിന്നും പുറത്താക്കപ്പെട്ട ആനകളുണ്ടല്ലോ, അവർ അടുത്ത കൂട്ടത്തിൽ കയറി പറ്റാൻ ശ്രമിക്കും. അങ്ങനെ അത്ര എളുപ്പമുള്ള കാര്യമല്ല. അത്രയ്ക്കും ശക്തിയുള്ള കൊമ്പന്മാരെ തന്നെ തോൽപ്പിക്കേണ്ടി വരും. അങ്ങനെ ഈ തോൽവിയും അവഗണനയുമൊക്കെ സഹിക്കാൻ പറ്റാത്ത ഈ ഡേഞ്ചറായിട്ടുള്ള കൊമ്പന്മാരുണ്ടല്ലോ, അവരെയൊക്കെയാണ് നമ്മൾ ഈ ഒറ്റയാനെന്ന് വിളിക്കുന്നത്. ചിലപ്പോഴൊക്കെ ആത്മവിശ്വാസം വീണ്ടെടുത്ത് അടുത്ത കൂട്ടത്തിലെ കൊമ്പനെ തോൽപ്പിച്ച് ആ കൂട്ടത്തിൽ ചേർന്ന് ജീവിക്കാറുണ്ട്. ആനക്കുളത്ത് അത്ര പെട്ടെന്നൊന്നും കൊമ്പന്മാരെ കാണാൻ കഴിയില്ല കേട്ടോ. കാരണം ബ്രിട്ടീഷുകാരുടെ കാലത്ത് ആനക്കൊമ്പ് വേട്ട നല്ല രീതിയിൽ നടന്ന സ്ഥലമാണ്. അതിനുശേഷം പിടിയാനകളും ആനക്കുട്ടികളും മാത്രമാണ് വെള്ളം കുടിക്കാനായി ഇവിടെ എത്താറുള്ളത്. അവർ ഇന്നും മനുഷ്യരെ ഭയക്കുന്നു എന്നുള്ളതും ഒരു വാസ്തവമാണ്. ആനവേട്ടയുടെ സമയത്ത് കൊമ്പന്മാരാണ് മനുഷ്യരുടെ ലക്ഷ്യം എന്ന് ആനകൾ ബുദ്ധിപൂർവ്വം മനസ്സിലാക്കിയിരിക്കുന്നു. ചില പിടിയാനക്കൂട്ടത്തിലെ കൊമ്പന്മാർ ഇവിടെ നിന്നും വെള്ളം കുടിക്കാറുണ്ട്. പിടിയാനകളെ കൂടെ നിർത്തി കൊമ്പനിറങ്ങി വെള്ളം കുടിച്ച് കാട്ടിലേക്ക് മടങ്ങും. അതുവരെ പിടിയാനകൾ ചുറ്റും കാവൽ നിൽക്കുകയും ചെയ്യും. കൊമ്പനെ സേഫായി കാട്ടിലെത്തിച്ചതിന് ശേഷം പിടിയാനകൾ തിരിച്ചു വന്ന് വെള്ളം ആസ്വദിച്ച് കുടിക്കാറുണ്ടത്രേ. മോഴ ആനകൾ ഇവിടെ വെള്ളം കുടിക്കാൻ എത്തുമ്പോൾ മറ്റ് ആനക്കൂട്ടങ്ങൾ ഇവിടെ വരാറില്ല എന്നതും ഒരു കൗതുകമാണ്. ആനക്കുളം വീഡിയോ ഇവിടെ അവസാനിക്കുന്നു. മൂന്നാറിൽ നിന്നും ഏകദേശം 30 കിലോമീറ്ററാണ് ആനക്കുളത്തേക്കുള്ള ദൂരം. വരുന്ന വഴിക്ക് ഒരുപാട് സ്ഥലങ്ങൾ എക്സ്പ്ലോർ ചെയ്യാനുണ്ട് കേട്ടോ. കൂടുതലും ലക്ഷ്മി എസ്റ്റേറ്റിൻ്റെ തേയിലത്തോട്ടങ്ങളാണ്.